ബിന്ദു നമസ്കാരം. ആദ്യം തന്നെ പറയാനുള്ളത്, ബിന്ദു നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ബിന്ദുവിനൊപ്പം ഞങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് വിഷമങ്ങൾ ബിന്ദു സഹിച്ചു. ബിന്ദുവിൻ്റെ വാക്കുകൾ നമ്മൾ ആദ്യം തൊട്ട് കേൾക്കുമ്പോൾ തന്നെ ബിന്ദു എത്രത്തോളം അനീതി നേരിട്ടിരിക്കുന്നു എന്ന് കേരള സമൂഹത്തിനു കൂടി വ്യക്തമാകുന്നത് തന്നെയായിരുന്നു. ഇപ്പോൾ ഈ നിമിഷത്തിൽ ഒരു പോലീസുകാരനെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നു. പക്ഷേ അത് മതിയാകില്ലല്ലോ അല്ലേ? ബിന്ദു നേരിട്ട ഒരു ദുരനുഭവങ്ങൾക്ക് ഇതൊരു മറുപടിയായി കാണുന്നുണ്ടോ? പക്ഷേ ഇനിയും എന്താണ് ഇതിൽ നടപടി ഉണ്ടാവേണ്ടത് ബിന്ദു? ഇനി രണ്ടുപേരുണ്ടല്ലോ, അവരെ സസ്പെൻഡ് ചെയ്യണം. എന്നിട്ടും തീർന്നില്ല. ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവരെ ജോലിയിൽ നിന്നും തന്നെ പിരിച്ചുവിടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ബിന്ദു ആ പോലീസ് സ്റ്റേഷനിൽ ആ രാത്രി നേരിട്ട ഒരു കാര്യങ്ങൾ നമ്മൾ അത് വാർത്തയായി വരുമ്പോൾ തന്നെ നമുക്ക് നെറ്റ് ചുളിച്ച് നമ്മൾ നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അത്രത്തോളം ബുദ്ധിമുട്ടുകൾ ആ രാത്രി അനുഭവിക്കുമ്പോൾ ബിന്ദു എന്താണ് ആലോചിച്ചത്? ആലോചിച്ച് അവിടെ വെച്ച് കള്ള കേസല്ലേ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം, അടുത്തും കൂടെയൊക്കെ പറയണം എന്നൊക്കെ ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു. ഇത് എത്ര പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അല്ലേ? തെറിയടക്കം പ്രയോഗിക്കുകയായിരുന്നു അവർ. എത്ര പറഞ്ഞാലും അവർ മനസ്സിലാവാൻ ശ്രമിച്ചിട്ടില്ലേ. എപ്പോഴാണ് ഒരു ആശ്വാസം യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൽ തോന്നിയത്? കൂടെ ആരെങ്കിലും ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതിലൊരു നീതി ലഭിക്കുമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ഒരു സംഭവത്തിൽ? ഞാൻ അവിടുന്ന് ഇറങ്ങി, സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സഹോദരൻ തന്നെയാണ് ഓടി വന്നു. ചേച്ചി നമുക്കിത് മുമ്പിലോട്ട് പോകാം, ഈ കേസുമായി മുമ്പിലോട്ട് പോകണം എന്ന് പറഞ്ഞ്, ഇത് നമ്മൾ പറഞ്ഞല്ല, ഇത് അറിഞ്ഞുകൊണ്ട് ഓടി വന്നതാണ്. ഒരു അഡ്വക്കേറ്റാണ്, പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, എല്ലാം സഹോദരൻ ഓടി വന്നതാണ്. ഇപ്പോൾ ബിന്ദു ഒരുപാട് ദിവസം പണിയെടുത്ത ഒരു വീടാണല്ലോ, തൊഴിൽ ചെയ്തതാണ്, നല്ല രീതിയിൽ അവരെ കരുതലോടെ സമീപിച്ചിരുന്ന ഒരു കുടുംബമാണ് ഇത്തരത്തിലൊരു സംശയം ആദ്യം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ബിന്ദു ഞെട്ടിപ്പോയിട്ടുണ്ടാവും അല്ലേ? ഇത് ആദ്യം കേൾക്കുമ്പോൾ എന്തായിരിക്കും ആ ഒരു മാനസികാവസ്ഥ? ഞെട്ടിപ്പോയി. 3 ദിവസമാണെങ്കിലും 3 ദിവസമേ ഞാൻ ആ വീട്ടിൽ പോയിട്ടുള്ളൂ. 3 ദിവസം 3 ദിവസം തന്നെ ആ വീട്ടിൽ ജോലിക്ക് പോയിട്ടുള്ളൂ. പിന്നെ പിറ്റേ ആഴ്ച തൊട്ട് 2 മാസത്തേക്കാണ് എന്നെ വിളിച്ചിരുന്നത്. ഇപ്പോഴും 3 ദിവസമായി പിറ്റേ ആഴ്ച തൊട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ. ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിശന്നിട്ടുണ്ടാവുമല്ലോ, ഒരു രാത്രി മുഴുവൻ വെള്ളം കുടിക്കാൻ തോന്നിയിട്ടുണ്ടാവും. ഈ ദാഹം തോന്നുമ്പോഴും വിശപ്പ് തോന്നിയപ്പോഴും ഒക്കെ പോലീസുകാരോടത് നിരന്തരം പറയുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന മറുപടി എന്തായിരുന്നു? നല്ല വിശന്നു. കാരണം നമ്മൾ വീട്ടിൽ കഞ്ഞിയാണെങ്കിലും നമ്മൾ സമയത്ത് കഴിക്കും. ഞാൻ പിന്നെ പോണ വീട്ടിലെല്ലാം എനിക്ക് വേറെ നിറച്ചെനിക്ക് ആഹാരം തരും. കരയരുത്, കാരണം ബിന്ദുവിന്റെ കൂടെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇത് ബിന്ദു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിൽക്കേണ്ട സമയമാണ്. കാരണം ഇതൊരു പോരാട്ടമാണ്. നമ്മളതിൽ നീതി ലഭിക്കും വരെ തന്നെ നമ്മൾ ഇതിൽ പോരാടുകയും ചെയ്യും. ഇതിൽപ്പോൾ മറ്റ് പോലീസുകാരൻ, ഈ പ്രസന്നൻ എന്ന് പറയുന്ന പോലീസുകാരന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ ക്രൂരതയുണ്ടായി അല്ലേ? പ്രസന്നനാണ് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ആ സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ എന്നോട് ഞാൻ ആത്മഹത്യയുടെ വക്കിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പ്രസന്നൻ എന്ന് പറയുന്ന ഈ പോലീസുകാരനാണ്. അവർ വെള്ളം ചോദിച്ചപ്പോൾ ഈ തൊട്ടടുത്തുള്ള ശുചിമുറിയിൽ പോയി കുടിച്ചോളാനൊക്കെ പറഞ്ഞത് പ്രസന്നനാണ്, അങ്ങനെയല്ലേ? പ്രസന്നനാണ് പറഞ്ഞത്. അന്നത്തെ ദിവസം ഞാൻ ആ ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കവടിയുള്ള വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് അവിടെ 1 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് ആഹാരം തരും. കഴിച്ചിട്ടാണ് പിന്നെ ഞാൻ ഇവിടെ വീട്ടിൽ എന്നിട്ട് പിന്നെ ഞാൻ കഴിക്കുന്നത്. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കത്തില്ല. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി കഴിച്ച് പിറ്റേ ദിവസം രാവിലെയാണ് അടുത്ത ഭക്ഷണം കഴിക്കുന്നത് ബിന്ദു. കഴിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ കഴിക്കുള്ളൂ. അന്ന് 1 മണിക്ക് അവിടെ നിന്ന് കഴിച്ച ചോറും വെള്ളമാണ്. പിന്നെ കഴിക്കുന്നത് 24-ാം തീയതി 1 മണിക്കാണ്.
ഇപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലുള്ള മറ്റു പോലീസുകാരൊക്കെ ഈ പ്രസാദും പ്രസന്നനും ഒക്കെ കാണിക്കുന്ന പ്രവൃത്തിയോട് ചേർന്ന് നിൽക്കുകയായിരുന്നോ? അവർ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയായിരുന്നോ ചെയ്തിരുന്നത്? ഒരാൾ പോലും ഒന്ന് എതിർത്ത് ഇല്ല ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞില്ല അല്ലെ? അവരെല്ലാരും ഇല്ല, അങ്ങനത്തെ ഒരു വാക്കേ അവിടെ ആരും വെച്ചിട്ടില്ല. അവരെല്ലാരും ഒറ്റക്കെട്ടാ. അവരെല്ലാരും ഒറ്റക്കെട്ടായിട്ടാണ് നിന്നത്. ഓക്കെ ബിന്ദു, എനിക്കറിയാം ബിന്ദു മാധ്യമങ്ങളോടടക്കം ഒരുപാട് പ്രതികരിച്ച് ഈ വിഷയം തുടർച്ചയായി പ്രതികരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു മനുഷ്യന് എത്രത്തോളം മാനസിക ക്ഷീണം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുന്നു. ബിന്ദു, ഈ ഒരു നിമിഷം നമ്മളോട് ഇത് സംസാരിച്ചതിന് നന്ദി. എന്തായാലും പൊതുസമൂഹം ഇത് കേൾക്കേണ്ട വിഷയം തന്നെയാണ്. നമ്മുടെ നാട് ഇങ്ങനെ കാലം മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ സമൂഹം ഇങ്ങനെ പല വിഷയങ്ങളിലും പിന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് ബിന്ദു. ശരി ബിന്ദു, നമുക്ക് ഈ വിഷയത്തിൽ എന്തായാലും ഒരു നീതി അത് ലഭ്യമാകും വരെ തന്നെ നമുക്ക് ഉറച്ചു നിൽക്കാം.